ശ്രീമദ് ഭാഗവതം ക്ലാസ് 159. നമ്മളിന്ന് 8ാമത്തെ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായമായിട്ട് ദേവകൾക്ക് നേരിട്ട അപഹർഷം ഇതാണ് നോക്കുന്നത്. ഒന്നിൽ ശ്രീ സുഗൻ പറയുകയാണ്, പാപം തീർക്കുന്നതും പുണ്യം നൽകുന്നതുമായ ഗജേന്ദ്ര മോക്ഷണം എന്ന ശ്രീഹരിയുടെ കൃത്യം അങ്ങേക്കായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശ്രീഹരിയുടെ കഥ ഈ ഗജേന്ദ്ര മോക്ഷണം എന്ന നിലയിലുള്ള കഥ പറഞ്ഞു കഴിഞ്ഞു. ഇനി രൈവതമെന്ന മന്വന്തരത്തെ പറ്റി പറയാം. ഇപ്പം കഴിഞ്ഞതിൽ 4 മന്വന്തരങ്ങളെ പറ്റി പറഞ്ഞു. 5, 6 ഇനി പറയാൻ പോകുന്നത്. 7ലാണ് 7ാമത്തെ മന്വന്തരത്തിലാണ് നമ്മളിന്ന് ഉള്ളത്. അപ്പം 5ൽ പറയുകയാണ്, താമസം എന്ന 4ാമത്തെ മനുവിൻ്റെ സോദരൻ രൈവതൻ ആയിരുന്നു 5ാമത്തെ മനു. ഇനി അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെ പറ്റി പറയുകയാണ്, അർജുനൻ, ബലി, വിദ്യൻ എന്നിവർ. പിന്നെ എന്ത് പറയണം? അപ്പോഴത്തെ ഇന്ദ്രൻ ആരാണ്? ഇന്ദ്രൻ ഓരോ കാലത്തും നാളും പുതിയ ആളായിരിക്കുമല്ലോ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞത് 2ാമത്തെ മന്ത്രമാണ്. ഇനി 3ാമത്തേൽ വിഭു എന്ന ആൾ അപ്പോഴത്തെ ഇന്ദ്രൻ. പിന്നെയോ ഭൂതരയൻ എന്നിവർ ദേവതകൾ. ഇപ്പോൾ ഓരോന്നിലും വേദവ്യാസന് വ്യത്യാസമായിരിക്കും. ഹിരണ്യ രോമാവ് വേദശിരസ്, ഊർദ്ധബാഹു തുടങ്ങിയവർ സപ്തർഷികൾ. സപ്തർഷികളെല്ലാം ഓരോന്നിലും മാറും. 4ൽ പറയാണ്, ശുഭ്രനെന്ന ഋഷിയുടെ പത്നിയാണ് വികണ്ഠ. അവരുടെ പുത്രനായ ശ്രീ നാരായണനായിട്ട് സ്വാംശത്തിൽ വൈകുണ്ഠത്തിൽ. അപ്പോൾ വിഷ്ണു ഓരോ കാലഘട്ടത്തിൽ മാറും. അപ്പോൾ ഇവിടെ ശ്രീനാരായണൻ എന്ന പേരാണ്. സ്വാംശത്തിൽ വൈകുണ്ഠന്മാരെന്ന ദേവശ്രേഷ്ഠന്മാരോടുകൂടി വൈകുണ്ഠം എന്ന നാമത്തോടെ താൻ തന്നെ അവതരിച്ചു. അപ്പം വൈകുണ്ഠൻ, നാരായണൻ വൈകുണ്ഠൻ എന്ന നാമത്തിലാണ് അവതരിച്ചത്. അദ്ദേഹത്താൽ രമാദേവിയാൽ അദ്ദേഹത്തിൻ്റെ പത്നി രമാദേവി അഭ്യർത്ഥിച്ചത് വഴി വൈകുണ്ഠം എന്ന ലോകം ഏർപ്പെടുത്തി. അതുകൊണ്ട് രമാദേവിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് വൈകുണ്ഠം എന്ന ലോകം അപ്പോൾ ഉണ്ടാക്കിയത്. എന്നിട്ട് പറയുകയാണ്, ആ വൈകുണ്ഠനാഥൻ്റെ മഹാവൈഭവത്തെ പറ്റിയുള്ള കഥകളും പറഞ്ഞു കഴിഞ്ഞു. യാതൊരാൾ വിഷ്ണുവിൻ്റെ ഗുണഗണങ്ങൾ വിവരിക്കുന്നുവോ അവൻ ഭൂമിയിൽ മണൽത്തരികൾ എണ്ണിക്കണക്കാക്കുന്നവനായിരിക്കും. ഭൂമിയിലെ മണൽത്തരികൾ എണ്ണി തീർക്കാൻ പറ്റുമോ? തീർക്കാൻ പറ്റില്ല. അപ്പോൾ അത് തീർക്കാൻ പറ്റുന്ന കക്ഷിക്ക് മാത്രമേ വൈകുണ്ഠനാഥൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചാൽ തീരുകയുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ അത്രയും ഗുണഗണങ്ങളുണ്ട് എന്ന് പറയുകയാണ്. ഭൂമിയിലെ മണ്ണോളം എത്ര മണൽത്തരികളോളം അത്ര. അത് എണ്ണാൻ കഴിയുന്നതിന് മാത്രമേ വിഷ്ണുവിൻ്റെ ഗുണഗണങ്ങളും വർണ്ണിക്കാൻ കഴിയുകയുള്ളൂ. ഇനി 6ാമത്തെ മന്വന്തരത്തിലേക്ക് കടക്കുകയാണ്. 7ൽ പറയുകയാണ്, ചക്ഷുസിൻ്റെ പുത്രനായ ചാക്ഷുസൻ ആറാമത്തെ മനുവായി. ചക്ഷുസിൻ്റെ പുത്രനായ ചാക്ഷുസൻ 6ാമത്തെ മനുവായി. അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ കുരു, പുരുഷൻ, സുദ്യുമ്നൻ. അപ്പോൾ 8ൽ പറയുകയാണ്, ആ മന്വന്തരത്തിലെ ഇന്ദ്രൻ, മന്ത്രദ്യുമൻ. ദേവന്മാർ
ആപ്യൻ മുതലായവരാണ് എന്ന് പറയുകയാണ് ദേവന്മാരെ അത്തരത്തിലാണ് പേരുകൾ. സപ്തർഷികള് ഹരിഷ്മാൻ, വീരകൻ മുതലായ പേരുകളിലാണ് സപ്തർഷികളുള്ളത്. ആ മന്വന്തരത്തിലെ വിഷ്ണുദേവൻ ആരാണെന്ന് ചോദിച്ചാൽ വൈരാജന്റെ പുത്രനായി സംഭൂതി എന്നവളിൽ, അപ്പം വൈരാജ്യന് സംഭൂതിയിൽ ജനിച്ച വിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരംശമായ അജിതനാണ്. അപ്പോൾ ആ മന്വന്തരത്തിലെ വിഷ്ണുവിനെ അജിതൻ എന്ന പേരിലാണ് എല്ലാം അതിൻ്റെ തന്നെ അംശമായിട്ട് ഓരോ കാലത്തിലും ചെറിയ മാറ്റങ്ങളോടുകൂടി പറയുന്നതായിട്ട് കണ്ടാൽ മതി. 11 അജിതൻ പാലാഴി കടഞ്ഞ് ദേവന്മാർക്ക് അമൃതം നേടിക്കൊടുത്തു. അപ്പം എല്ലാ മന്വന്തരങ്ങളിലും പാലാഴിയെല്ലാം കടഞ്ഞിട്ട് തന്നെയാണ്. ആദ്യം തുടക്കം പാലാഴി കടഞ്ഞിട്ട് തന്നെയാണ്. അപ്പം എല്ലാത്തിലും കയറി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓരോന്നിലും കയറി പറയുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പം ഇവിടെ പാലാഴി കടിയുന്നതിനെ പറ്റിയാണ് 6 പറയുന്നത്. അപ്പോൾ അജിതൻ എന്ത് ചെയ്തു? പാലാഴി കടഞ്ഞ് ദേവന്മാർക്ക് അമൃത് നേടിക്കൊടുത്തു. ആമയുടെ രൂപത്തിൽ വന്ന് മന്ദരപർവ്വതത്തെ ഉയർത്തി. ആദ്യം ആമയായി വന്നിട്ടാണല്ലോ മന്ദരപർവ്വതത്തെ ഉയർത്തി. ആ കഥകളെല്ലാം പണ്ട് പറഞ്ഞു തന്നെ. അപ്പം 11-12 പരീക്ഷിച്ച് ചോദിക്കുകയാണ്. അപ്പം പരീക്ഷത്തിന് ആ കഥ കേൾക്കണം. ഭഗവാൻ പാൽക്കടൽ ഏത് വിധം കടഞ്ഞു, എന്തിനു വേണ്ടി കടഞ്ഞു, എന്ത് കാരണത്താൽ ആമയായി വന്നു, ദേവന്മാർക്ക് ഏത് വിധം അമൃതം ലഭിച്ചു, അതിനെ തുടർന്നുണ്ടായ വേറെ വല്ല സംഭവങ്ങളും ഉണ്ടോ, ഇത്തരം ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ചു തന്നാൽ കൊള്ളാമെന്ന് പറയുകയാണ്. പിന്നെ 13 വളരെ കാലമായി തപിപ്പിക്കപ്പെട്ടിരുന്ന എൻ്റെ മനസ്സ് രാജാവ് പറയുകയാണ്. പരീക്ഷിത്ത് വളരെ കാലമായിട്ട് തപിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഭഗവാന്റെ മഹാത്മ കഥയാൽ അതിയായി അലംഭാവം കൊള്ളുന്നില്ല. ഇപ്പം ഒന്നുണ്ടാകുന്നില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഉന്മേഷമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല. കാരണം ശാപം അവിടെ കിടക്കുന്നുണ്ട്. അപ്പം 14 സൂതൻ പറയുകയാണ്. ശുഗൻ ഈ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പിന്നെ ശ്രീഹരിയുടെ വീരകൃത്യം പിന്നെയും വർണ്ണിച്ച് തുടങ്ങി. എന്നിട്ട് 15-14 ശ്രീ ശുഗൻ പറയുകയാണ്. അക്കാലത്ത് ദേവന്മാർ അധികപക്ഷവും അസുരന്മാരുടെ മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് പ്രഹരിക്കപ്പെട്ട് യുദ്ധത്തിൽ ഗതപ്രാജ്ഞരായി വീണുപോകുകയും, ഏത് കാലത്ത്? പാലാഴി കടയുന്ന മുമ്പുള്ള ആ സമയത്ത്. അപ്പം പാലാഴി കടഞ്ഞിട്ടാണ് പ്രപഞ്ചമുണ്ടാകാൻ പോകുന്നത്. അപ്പം ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പാലാഴി ഇങ്ങനെ ഒരു സാഗരമാരി കിടക്കുന്ന ശൂന്യമായ സ്ഥലമാണ്. ആ കാലഘട്ടത്തിൽ അധിക സമയം ആർക്കാണ് ജയം? അസുരന്മാർക്കാണ് ജയം. ദേവന്മാർക്ക് ജയിച്ചാൽ ദേവന്മാരാണ് സൃഷ്ടിക്രമം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ആ കാലത്ത് ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക? അസുരന്മാരായിരിക്കും. ദേവന്മാർ ജയിക്കുമ്പോഴല്ലേ ഓരോന്നുണ്ടാക്കി പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കി പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ട് വരിക. ഇത് തുടക്കത്തിൽ ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക? അസുരന്മാരാണ്. അപ്പോൾ യുദ്ധത്തിൽ അവരുടെ മൂർച്ചയേറിയ ആയുധങ്ങളെല്ലാം ഏറ്റുകെട്ടിട്ട് ഗർഭപ്രാണരായി വീണുപോകുകയും വീണ്ടും ജീവനോടെ എഴുന്നേൽക്കാൻ കഴിയാതെ വന്നുവോ? യാതൊരു കാലത്ത് ദുർവാസാവിൻ്റെ ശാപത്താൽ 3 ലോകവും അശ്രീകത്വം ഭവിച്ചുവോ? അപ്പോൾ വേറൊരു കഥയും കൂടി കയറി വരികയാണ്. ദുർവാസാവ് ശപിച്ചിട്ടുണ്ട് ദേവന്മാരെ. ആ ശാപം കൊണ്ടാണ്. ആ കഥയെല്ലാം പിന്നീട് പറയും. ഒരു ശാപം ഉണ്ടായിരുന്നല്ലോ ദേവന്മാർക്ക്. അപ്പോഴാണല്ലോ അതിവിടെ പറയുമെന്നറിയില്ല. ആ ശാപം മൂലമാണ് ഇവന്മാർ ഇങ്ങനെയായിപ്പോയത്. ദേവന്മാർക്കൊന്നിനും കഴിവില്ലാതെ ആയിപ്പോയത്. എന്നിട്ടോ അക്കാലത്ത് യാഗാദി കർമ്മങ്ങൾ മുറക്ക് നടക്കാതെയായി. യാഗാദി കർമ്മങ്ങൾ മുറക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്രമം മുന്നോട്ടേക്ക് പോകുന്നില്ല. അങ്ങനെ പ്രളയജലമായിട്ട് അങ്ങനെ അങ്ങ് പാലാഴി മാതിരി അങ്ങനെ കിടക്കുകയാണ്.
ഒരു സൃഷ്ടിയും നടക്കുന്നില്ല. ഇലക്ട്രോണും ഉണ്ടാകുന്നില്ല, പ്രോട്ടോണും ഉണ്ടാകുന്നില്ല, ആറ്റങ്ങളും ഉണ്ടാകുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. ദേവന്മാരെ കൊണ്ട് അത് പറ്റുന്നില്ല. അസുരന്മാരെല്ലാം തടുത്തു വെച്ചിരിക്കുക, മതി, ഈ അവസ്ഥയിൽ മതി മതി എന്നും പറഞ്ഞു. അപ്പോൾ ദേവന്മാരുടെ ശക്തി ക്ഷയത്തിന് കാരണം ദുർവാസാവിൻ്റെ ശാപമാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞു വെച്ചു. ഇനിയിപ്പോൾ ആ ശാപത്തെ പറ്റിയെല്ലാം പറയേണ്ടി വരും, പക്ഷേ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇനി പതിനായിട്ടില്ല. ഇത് കണ്ട ഇന്ദ്രൻ, വരുണൻ എന്നിവർ. വരുണൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇന്ദ്രനാണ് എല്ലാ കർമ്മത്തിനും നേതൃത്വം കൊടുക്കുന്ന കക്ഷി ദേവന്മാരുടെ. വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റ്. ഈ പ്രപഞ്ചമുണ്ടായിരിക്കുന്ന ഓർബിറ്റിൽ കൂടിയാണ്. ആറ്റങ്ങളിലെ ഓർബിറ്റുകളിലാണ് ഇലക്ട്രോൺ ഉള്ളത്. അതാണ് എല്ലാ രാസപ്രവർത്തനത്തിന് പിന്നിൽ. നമ്മുടെ ക്രമങ്ങളും എല്ലാം നടക്കുന്നത് സൗരയൂഥത്തിലെ ഭൂമി ഒരു ഓർബിറ്റിലാണ്. ആ ഓർബിറ്റിൽ ചുറ്റുന്ന അനുസരിച്ചാണ് നമുക്ക് ചൂടും തണുപ്പും എല്ലാം വരുന്നത്, സമയം ഉണ്ടാകുന്നത്. അപ്പം വരുണനും കൂടിയിട്ട് ഇപ്പോൾ ഓർബിറ്റ് ഉണ്ടാവണം, ആറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഓർബിറ്റ് ഉണ്ടാകണം. അപ്പം വരുണനാണ് പ്രധാനം. അപ്പോൾ ഇന്ദ്രൻ അതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന കക്ഷിയും. അപ്പോൾ ഇവർ പ്രധാനപ്പെട്ട ഇന്ദ്രനും വരുണനും തന്നെ എന്നിവർ സമ്മേളിച്ച് കൂടിയാലോചിച്ചെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ പറ്റില്ല. അവർ ഇരുന്ന് ആലോചിച്ച് എന്താ വഴി, ഒരു സൃഷ്ടി നടക്കുന്നില്ല. നമ്മളിങ്ങനെ ഇന്ദ്രനാണല്ലോ എല്ലാ കർമ്മത്തിലും ഏറ്റെടുക്കുന്നത്. അങ്ങേർക്ക് ജോലിയൊന്നുമില്ല, ചുമ്മാ ഇരിക്കുകയാണ്. അതുകൊണ്ട് പൈരട്ടില്ല. അതിനാൽ എല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. ബ്രഹ്മാവിനെ താണു വണങ്ങിയിട്ട് പറഞ്ഞു, കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവ്, സൃഷ്ടിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മാനേജറാണ്, എന്താ പറയുക, അല്ലെ സൃഷ്ടിൻ്റെ ഉടമ എന്ന് പറയും. അങ്ങേരാണല്ലോ സൃഷ്ടിക്കെല്ലാം നേതൃത്വം. ഇവരെല്ലാം അവരെ ഹെൽപ്പ് ചെയ്യുന്ന കക്ഷികളാണല്ലോ. ഇന്ദ്രനും എല്ലാം അവരെ ഹെൽപ്പ് ചെയ്യുന്ന കക്ഷികളാണ്. ബ്രഹ്മാവാണല്ലോ സൃഷ്ടിൻ്റെ മേൽനോട്ടം. അപ്പം അങ്ങേരെ അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞാൽ നമുക്ക് ശക്തിയൊന്നുമില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. 19-20 ബ്രഹ്മാവ്, ഇന്ദ്രൻ, വായു മൂലം അവരെല്ലാം ശക്തിഹീനരായിട്ട് കണ്ടു. ബ്രഹ്മാവ് നോക്കുമ്പോൾ ശരിയനാണ്, ഇവന്മാർക്കൊരു ശക്തിയില്ല, ആകെ ക്ഷീണിച്ച്. എന്തുകൊണ്ടാണ് ക്ഷീണിച്ചിരിക്കുന്നത്? ശാപം, ദുർവാസാവിൻ്റെ ശാപം കിടന്നിരിക്കുകയാണ്. പക്ഷേ അസുരന്മാരെല്ലാം നാൾക്ക് നാളെ നല്ല ശക്തിയായിട്ടിരിക്കുകയാണ്. അസുരന്മാരുടെ ഗുണം എന്താണ്? തമോ ഗുണം. സൃഷ്ടിയൊന്നും വേണ്ട, നമുക്ക് പിന്നോട്ടേക്ക് പോയാൽ മതി, ബ്രഹ്മത്തിലേക്ക് പോയാൽ മതി. ഇപ്പം പാലാഴിയൊക്കെ ഉണ്ട്. അസുരന്മാർ പറയുന്നത് വേണ്ട, നമുക്കങ്ങ് പിന്നോട്ടേക്ക്, ഗോത്രകാലഘട്ടം ആയിട്ടില്ല, അതിനെക്കാട്ടിയും പിന്നോട്ടുണ്ട് ബ്രഹ്മത്തിലേക്ക്. അപ്പോൾ അസുരന്മാരെല്ലാം നല്ല ശക്തിയായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഇവരെ തോപ്പിക്കാതെ ഒന്നും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം ചെയ്തു ഒന്ന് ശ്രീഹരിയെ, കാരണം ശ്രീഹരിയാണല്ലോ പ്രപഞ്ചം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം, അതിനാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ശ്രീഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു അല്ല, അങ്ങ് അതിൻ്റെ മുകളിലിരിക്കുന്ന കക്ഷി, രൂപവും ഭാവമൊന്നും ഇല്ലാതൊരു കക്ഷി ഉണ്ടല്ലോ. അദ്ദേഹത്തെ ഏകാഗ്ര മനസ്സോടെ ചിന്തിച്ചതിൻ്റെ ശേഷം പെട്ടെന്ന് പിന്നെ പ്രസന്നമായ മുഖത്തോടു കൂടി അദ്ദേഹത്തിനൊരു സംഗതി പിടി കിട്ടി. എന്നിട്ട് ദേവന്മാരോടായിട്ട് പറഞ്ഞു 21 ഞാനും രുദ്രനും, അതായത് ഞാനും ബ്രഹ്മാവും രുദ്രനും, രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റമുണ്ടാകേണ്ട കക്ഷിയും, നമ്മളെല്ലാം തന്നെ ദേവന്മാരും അസുരരും മനുഷ്യരും പക്ഷിമൃഗാദികളും യാതൊരുവൻ്റെ ഒരംശത്തിൻ്റെ അംശമായിരിക്കുന്നു. ഒരംശത്തിൻ്റെ അനേകം അംശങ്ങളിൽ ഒന്നായിരിക്കുന്നു. അപ്പം നമ്മളെല്ലാം തന്നെ ആരായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം ആ ശ്രീഹരിയുടെ ഏകനായ ആ ശ്രീഹരിയുടെ അംശത്തിൻ്റെ അനേകം അംശങ്ങളിൽ ഒരംശമാണ്. ആരാണ്? ബ്രഹ്മവും വിഷ്ണുവും രുദ്രനുമെല്ലാം. ശ്രീഹരിയുടെ ഒരു അംശം എടുത്തിട്ട് അതിനെ എത്രയോ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അംശമാണ് ഈ ബ്രഹ്മാവ് എന്നെല്ലാം പറയുമ്പോൾ നിങ്ങളും മനുഷ്യരും എല്ലാം അംശത്തിൻ്റെ അംശങ്ങളാണ്. അപ്പം ഇവരെല്ലാം ജോലിക്കാരാണ്. നമ്മളെല്ലാം ആ
ഈശ്വരൻ്റെ കയ്യിൽ വെറും ഒരു ചെറിയ കളിപ്പാട്ടങ്ങളാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും പിന്നെ അവരുടെ ഭാര്യമാരും എല്ലാം തന്നെ. നമ്മൾ അവരെല്ലാം എന്തോ വലിയ ഈശ്വരനാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അംശങ്ങളായി സൃഷ്ടിക്കപ്പെട്ടുവോ ആ നിർവികാരാത്മാവിനെ ശരണം പ്രാപിക്കുക. അതിന് ഒരു വികാരങ്ങളും ഒന്നുമില്ല. അതിനെ ശരണം പ്രാപിച്ചോളാം. അതിന് ഈ കാര്യങ്ങളിലൊന്നും താല്പര്യമൊന്നുമില്ല. കാരണം അതിൻ്റെ ഒരു അംശത്തിൻ്റെ ഒരു ചെറിയ കാര്യമായി ഇതല്ല. പിന്നെ അതിന് ഇതിനെപ്പറ്റിയെല്ലാം ചിന്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ബ്രഹ്മാവിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല, വിഷ്ണുവിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല, നമ്മളെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ഒരു വികാരമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഒരു അംശത്തിൻ്റെ എത്രയോ അംശങ്ങളാണ് ഈ ബ്രഹ്മ വിഷ്ണു. നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ഈ ദേവന്മാരെല്ലാം ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ച് എന്താണ് ഈ ആരാധനയുടെ പിന്നിലുള്ളത്? അതാണ് ഈശ്വരൻ എന്നാണ്. ആ ഈശ്വരൻ നിന്നായിട്ട് സങ്കല്പം താരതമ്യം ചെയ്യുമ്പോൾ ഇവരൊന്നും ഒന്നുമല്ല, നമുക്ക് സമാനമാണ്. ഓരോ ജോലിക്കായിട്ട് സൃഷ്ടിച്ച ശക്തികളാണ്. എന്നിട്ട് അവൻ്റെ മഹത്വമാണ് ഇനി വിവരിക്കാൻ പോകുന്നത്. ആ ശക്തിയുടെ ഈശ്വരൻ്റെ ആരാണ് പറയുന്നത്? ബ്രഹ്മാവ് പറയുകയാണ്. അപ്പം നമ്മളെല്ലാം ഈ ബ്രഹ്മാവിനെയെല്ലാം വിഷ്ണുവിനെയെല്ലാം ഈശ്വരനായി കണ്ടിരിക്കുന്നത്. ഇപ്പം 22 പറയാം, അവന് നാശമില്ല, അവൻ്റെ രക്ഷയുടെ ആവശ്യം, അവൻ്റെ ആരുടെയും രക്ഷ വേണ്ട, അവന് വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈശ്വരന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവനെല്ലാം തികഞ്ഞവരാണ്, നമ്മളൊന്നുമല്ല, അതിന് ഒന്നിൻ്റെയും ആവശ്യമില്ല. എങ്കിലും സൃഷ്ടിക്കും രക്ഷയ്ക്കും സംഹാരത്തിനുമായി, സൃഷ്ടി സ്ഥിതി സംഹാരത്തിനായി രജോ തമോ സത്വ ഗുണങ്ങൾ അതാത് കാലത്തിന് അനുസരിച്ച് അതാത് അവസരങ്ങളിൽ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന് ഒന്നിലും താല്പര്യമില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അത് ഇതെല്ലാമായിട്ട് തീരുന്നുണ്ട്. ആര്? നമ്മളായിട്ടും. അതിന് ഈ സൃഷ്ടിയിലൊന്നും താല്പര്യമില്ല, പക്ഷേ എങ്കിലും ഒരു സൃഷ്ടിക്രമം അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മളും ഉണ്ടാകും, ബ്രഹ്മാവും ഉണ്ടാകും, വിഷ്ണു ഉണ്ടാകും, ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് പോകും. അംശത്തിൻ്റെ അംശത്തിൽ മാത്രമായിട്ട് അതങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ നിൽക്കും. ഇനി 23 പറയുകയാണ്, സത്വഗുണ സ്വരൂപം സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം സത്വഗുണം സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോക സംസ്ഥിതിയുടെ സംരക്ഷണത്തിനുള്ള കാലഘട്ടമാണിത്. ഒരു ലോകം സൃഷ്ടിച്ചിട്ട് നല്ലൊരു സ്ഥിതിയിലേക്ക് ലോകത്തെ ആക്കണം എന്നുള്ളൊരു കാലം വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അതിനു വേണ്ട എല്ലാം സ്വയമായി കൊടുക്കും. ഇപ്പം അതിൻ്റെ കാലഘട്ടമാണ്. ലോകത്തെ സത്വഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ലോകം ഉണ്ടാകേണ്ട ഒരു സമയം ആഗതമായിരിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് അംശങ്ങളായിട്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അദ്ദേഹത്തെ ശരണം പ്രാപിക്കുക. അദ്ദേഹം ദേവന്മാരോട് വാത്സല്യമുള്ളവരാണ്. അവർ നമുക്ക് മനഃശാന്തിയേക്കും. ദേവന്മാരോട് വാത്സല്യം എന്താണ്? ഒരു പുതിയ ലോകം ഉണ്ടാക്കേണ്ട സമയം വരുമ്പോൾ ദേവന്മാരുടെ പക്ഷത്ത് കൂടും, നശിപ്പിക്കേണ്ട സമയം വരുമ്പോൾ അസുരന്മാരുടെ പക്ഷത്തും കൂടും. ഇനി 24 പറയുകയാണ്, ശുഗൻ ബ്രഹ്മാവിൻ്റെ വാക്കിൻ പ്രകാരം പിന്നീട് ബ്രഹ്മാവ് ദേവന്മാരെ എല്ലാം കൂട്ടിയിട്ട് എല്ലാറ്റിനും അതീതമായിരിക്കുന്ന ആ അജിത ഭഗവാന്റെ, അജിതനായിട്ടാണല്ലോ വിഷ്ണു ആയിട്ട് ആ കാലത്ത് വന്നത്. അപ്പം വിഷ്ണു അജിത ഭഗവാന്റെ ശരിക്കുള്ള ആസ്ഥാനത്തേക്ക് അവര് പോയി. അജിത് എന്ന് പറയുമ്പോൾ, വിഷ്ണു എന്ന് പറയുമ്പോൾ ആ ശ്രീഹരിയോട് അടുത്തുള്ള അവസ്ഥയായിട്ട് കാണും. സൃഷ്ടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ശ്രീഹരി സൃഷ്ടിയുടെ രൂപം, ആ രൂപത്തെയാണ് അജിതനായിട്ട് ചിത്രീകരിച്ചത്. ആ അജിതൻ്റെ ആസ്ഥാനത്തേക്ക് പോകുന്നു. 25 പറയുകയാണ്, ദർശയെ യോഗ്യമല്ലാത്ത രൂപത്തോടു കൂടിയവനെങ്കിലും, അദ്ദേഹത്തിന് രൂപവും ഭാവമൊന്നുമില്ല, കഥയിലാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് രൂപവും ഭാവവും ഒന്നും ഇല്ലെങ്കിലും വേദങ്ങളിലൂടെ മനസ്സിലാക്കിയ പ്രകാരം, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ
അതായത് ശാസ്ത്രങ്ങളിൽ വിവരിക്കുന്ന പോലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് വേദവചനങ്ങളോടുകൂടി ബ്രഹ്മാവ് സ്തുതിച്ചു, വേദവാക്കുകൾ ഉച്ചരിച്ചു എന്നാണ്. ആ വേദത്തിലാണ് അതിൻ്റെ വർണ്ണന ഉള്ളത്. 26 നിർവികാരനായ, ഒരു വികാരമില്ല, സത്യസ്വരൂപനായ ബ്രഹ്മമാണ് സത്യം. അന്തവും ആദിയുമില്ല, അതിന് തുടക്കവും. വേദം പറയുന്ന വാക്കുകൾ ഉച്ചരിക്കുകയാണ്. ആ രൂപത്തിന് ആദിയുമില്ല, അന്തവുമില്ല. എല്ലാറ്റിലും അന്തരൂപിയായിരിക്കും. എല്ലാറ്റിൻ്റെ ഉള്ളിലുള്ളത് അവൻ തന്നെയാണ്. നിരുപാധികനായ, അവനൊരു ഉപാധിയുമില്ല. അതിദുരൂഹമായ, വാക്കിനാൽ നിർവചിക്കാനാവാത്ത, വേദങ്ങൾ തന്നെ പറഞ്ഞതാണ്. അവനെ വാക്കുകളൊന്നും നിർവചിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സംഗതിയാണത്. ആ ദേവോത്തമനെ നമ്മൾ നമിക്കുന്നു. വേദം പറയുന്ന ആ ശ്രീഹരിയുടെ അല്ലേ ഇവിടെ അജിതൻ്റെ, ഈ മന്വന്തരത്തിൽ അജിതൻ്റെ വർണ്ണനയാണ്, വേദങ്ങൾ പറയുന്ന വർണ്ണനയാണ് ബ്രഹ്മാവും പറയുന്നത്. ആ തരത്തിലെ ഈശ്വരനെ നമ്മൾ കണ്ടുകൂടാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളെ മനസ്സിലുള്ള ഒരു രൂപമൊന്നും, അതെല്ലാം കഥയിലങ്ങനെ പറയുന്നതാണ്. 27 പ്രാണൻ, മനസ്സ്, ബുദ്ധി എന്നിവയുടെ ജ്ഞാതാവും. നമ്മളിലെ പ്രാണൻ, ബുദ്ധി, മനസ്സ്, ഇതിൻ്റെ എല്ലാം ജ്ഞാതാവും, അതിൻ്റെ പിന്നിലെല്ലാം ഉള്ള ശക്തി അത് തന്നെയാണത് ജ്ഞാതാവും. ഇന്ദ്രിയങ്ങളായിട്ട് നമ്മൾ പ്രതിഭാസിക്കുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലായിട്ട് പ്രതിഭാസിക്കുന്നത് ആ ബ്രഹ്മമാണ്. അജ്ഞാത രൂപത്തിൽ, അതിന് രൂപമൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപമൊന്നും അതിനില്ല. നിദ്രയില്ല, അതായത് ഒരിക്കലും ഉറങ്ങുന്നില്ല, അതിനൊരു ഉറപ്പുമില്ല. നമ്മൾ ധരിച്ചു വെച്ചിരുന്ന ഈശ്വരന്മാർ നമ്മളെപ്പോലെ രാത്രി കിടന്നുറങ്ങുന്നല്ലാണ്. പിന്നെ രാവിലെ ആകുമ്പോൾ തട്ടി വിളിക്കണം, പിന്നെ ഭക്ഷണം കൊടുക്കണം, ഇങ്ങനെയെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. ദേഹബന്ധമില്ലാതെ, ഒരു ദേഹബന്ധവുമില്ല. അദ്ദേഹത്തിന് ദേഹമില്ല, ആരുമായിട്ട് ദേഹമുള്ള ആരുമായിട്ട് അതിനോടൊരു ബന്ധവും അതിനില്ല. അവിനാശിയാണ്, അതിന് നാശമില്ല. ആകാശം പോലെ സർവ്വവ്യാപിയാണ്, അത് എല്ലായിടത്തും ഉണ്ട്, ഇല്ലാത്ത സ്ഥലം അതില്ല. ദ്വാപരകത്തിൽ അവതാര ലീലകൾ നടത്തുന്ന, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗങ്ങളിൽ എന്തെല്ലാം ഈ നാട്ടിൽ സംഭവിക്കുന്നോ ആ ലീലകളെല്ലാം കാട്ടുന്നത്. കൃതയുഗത്തിൽ എന്തെല്ലാം ലീലകൾ കാണിക്കുന്നുണ്ട്, അടിമ വ്യവസായമുണ്ട്, എന്തെല്ലാം ഉണ്ട്. രാമകാലഘട്ടത്തിൽ വേറൊരു തരത്തിൽ, കൃഷ്ണകാലഘട്ടത്തിലാണെങ്കിൽ വേറൊരു തരത്തിൽ, അങ്ങനെ എന്തെല്ലാം ഓരോ കാലത്തിനനുസരിച്ചിട്ടുള്ള ലീലകൾ പ്രകടമാക്കുന്നതിന് പിന്നിലുള്ള ശക്തി. യാതൊരുവിധ വിദ്യയോ അവിദ്യയോ ഒന്നും അതിന് ബാധകമല്ല. ഈ സയൻസ് ഒന്നും അതിന് ബാധകമല്ല. ഈ സയൻസിൻ്റെ എല്ലാം അപ്പുറമാണ്. അത് നിർഗുണനാണ്. വിദ്യ എന്നെല്ലാം പറയുമ്പോൾ അതിന് ഗുണമുണ്ട്, അതിന് നിർവചനമുണ്ട്. വിദ്യ എന്നത് ആധുനിക സയൻസാണ്, അവിദ്യ എന്നത് അതിനെ പറ്റിയുള്ളതാണ് എന്നല്ലാതെ അതിനെപ്പറ്റി പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് അതിനും അതീതനാണ്. ആ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. 28 പറയുകയാണ്, അനാദികാലം മുതലേ അവിദ്യയാൽ പ്രവർത്തിക്കപ്പെടുന്നതുമായ, അവിദ്യ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നത് അവിദ്യയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്നത്. മനഃപ്രധാനമായി, മനസ്സിന് പ്രാധാന്യമായി 15 ആരക്കല്ലുകളുള്ള, 15 ആരക്കല്ലുകൾ എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്, പിന്നെ 5 പ്രാണങ്ങളുണ്ട്. 5 ജ്ഞാനേന്ദ്രിയം, കണ്ണ്, മൂക്ക് എന്നെല്ലാം പറയുന്ന ഇൻപുട്ട് ഡിവൈസസ്, പിന്നെ 5 കർമ്മേന്ദ്രിയം, ഔട്ട്പുട്ട് ഡിവൈസ്, കയ്യും കാലും എല്ലാം, പിന്നെ ആ പ്രാണൻ, അതിനെ പ്രവർത്തിപ്പിക്കുന്ന പ്രാണൻ. ഇതാണ് ആരക്കല്ലുകളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ശീഘ്രം ഗമിക്കുന്നത്. പിന്നെയോ 3 നാഭി സുഷിരങ്ങൾ. സുഷിരങ്ങളിലൂടെയാണല്ലോ എല്ലാം സംഭവിക്കുക. അതായത്
സത്വരജോ തമോ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളതും മിന്നൽ പോലെ ചഞ്ചലമായതും. മിന്നലിനെ പോലെ ചഞ്ചലമായിട്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. 8 ആവരണങ്ങളുണ്ട്. 8 ആവരണങ്ങൾ എന്താണ്? മൂലപ്രകൃതിയുണ്ട്, അഹങ്കാരം എന്നൊരു സംഗതി നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ മഹത്തത്വങ്ങളുണ്ട്, പിന്നെ 5 തന്മാത്രകളുണ്ട്. ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവൻ വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം കൊണ്ടാണ്. ഏതെല്ലാമാണ്? ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്, പിന്നെ പ്രാണൻ ഉണ്ട്. രജോ തമോ സത്വഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂലപ്രകൃതി അഹങ്കാരമുണ്ട്, പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്, മഹത്തത്വങ്ങളുണ്ട്. എന്നിട്ട് ദേഹേന്ദ്രിയങ്ങളെല്ലാം ചേരുന്ന സംസ്കാരമാകുന്ന ഈ ചക്രം ഏതൊരുവൻ്റെ അച്ചുതണ്ടിലാണോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ സത്യസ്വരൂപന് ശരണം പ്രാപിക്കുന്നു. എല്ലാം ആ ഒരു ബ്രഹ്മത്തെ അല്ലെ ആ ശ്രീഹരിയെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള സത്വഗുണങ്ങളും സൃഷ്ടിയും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി 29 ജ്ഞാനമാകുന്ന ഏകാകാരത്തോടും എല്ലാം ജ്ഞാനത്തിൽ, ശാസ്ത്രത്തിൽ, സയൻസിലൂടെയാണ് പ്രപഞ്ചത്തിൻ്റെ ആധാരം. അതാണ് ഏകാകാരം, അതാണ് ഏകം. ഏകമായത് ഏതാണ്? ബ്രഹ്മം. ബ്രഹ്മം സത്യമാകുന്നു, ജ്ഞാനമാകുന്നു. അപ്പം അത് ഏകാകാരത്തോടും തപോമയമായ പ്രകൃതിയിൽ നിന്നും അതീതമായതും. ഈ പ്രകൃതി എന്നത് പറയുന്നത് അതിൽ നിന്നുണ്ടായതാണെങ്കിലും അതുമായിട്ട് ഒരു ബന്ധമില്ലാതെയാണ് നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ഈ പ്രപഞ്ചം മുഴുവനുള്ളതിൽ നിന്നും ഒരു ചെറിയ അംശത്തിൻ്റെ അംശമായിട്ടാണ് ഈ പ്രകൃതി നിൽക്കുന്നത്. അപ്പോൾ പ്രകൃതിയായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. പ്രകൃതിയെ ഈ ഉണ്ടായ പ്രപഞ്ചം എന്ന് പറയുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. അപ്പോൾ അതിന് അതീതമായതും അദൃശ്യമായതാണ്. അതിനെ കാണാനൊന്നും പറ്റില്ല ആ ബ്രഹ്മത്തെ. നിർവികൽപ്പമായതും കാലദേശത്തിന് അതീതവുമാണ്. കാലത്തിനൊന്നും അതുമായിട്ട് ഒരു ബന്ധവുമായി നിൽക്കുന്ന ആ പരബ്രഹ്മം. അപ്പം അത് യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ്? പരബ്രഹ്മം തന്നെയാണ്. അങ്ങനെയുള്ള പരബ്രഹ്മം എന്തുണ്ട്? ജീവസമീപത്തിനടുത്ത് അതിൻ്റെ നിയന്താവായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ അടുത്ത് തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് അത് നിൽക്കുന്നുമുണ്ട്. അതിന് ഇതിനൊന്നും താല്പര്യമില്ലെങ്കിൽ അത് തന്നെയാണ് അടുത്ത് നിന്നിട്ട്, വളരെ അടുത്ത് നിന്നിട്ട് നിയന്ത്രിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ അതുണ്ട്. ജ്ഞാനസ്വരൂപൻ അദ്ദേഹം എല്ലാ ജ്ഞാനങ്ങളുടെയും സ്വരൂപമാണ്, ജ്ഞാനസ്വരൂപനാണ്. അതായത് ആ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, അതാണ് വേദമാണ്. അപ്പം ജ്ഞാനസ്വരൂപനാണ്. ആ സ്വരൂപനെ ജ്ഞാനികൾ എന്ത് ചെയ്യുന്നു? ഭക്തിയോഗത്തിലൂടെ സമീപിച്ച് സേവിക്കുന്നു. ജ്ഞാനികൾ അവരവരെ ഭക്തിയോഗത്തിലൂടെ, ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി എല്ലാ കർമ്മവും, നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെല്ലാം അത് തന്നെയാണ്, അതുകൊണ്ട് നമ്മളെ അതിനായിട്ട് തന്നെ അർപ്പിക്കുന്നു എന്ന ചിന്തയോടുകൂടിയുള്ളതിനാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. അല്ലാതെ വല്ല ബിംബവും വെച്ചിട്ട് പൂജിക്കലല്ല. എല്ലാം ഞാൻ അടക്കം അതാണ് എന്ന ചിന്തയോടുകൂടി പിന്നെ ഒരു പൂജയുടെ ആവശ്യമില്ല. നമ്മളതായി മാറുകയാണ്, നമ്മുടെ മനസ്സ് അതിലേക്ക് അങ്ങ് അർപ്പിക്കുകയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ സാധനങ്ങൾ കൊണ്ട് ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അങ്ങനെ സേവിക്കണം. ഞാനും അതും തമ്മിൽ ഒരു വേർപാടുമില്ല. അത് തന്നെയാണ് ഞാനായി മാറിയത്. ഞാൻ അതിൻ്റെ അംശം തന്നെയാണ്. ഈ ചിന്തയിൽ പോകുമ്പോഴും പിന്നെ ഒന്നും മറ്റൊന്നിന് കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടും ബ്രഹ്മത്തിൻ്റെ അംശമാണ്. ഞാനും അതിൻ്റെ അംശം തന്നെ, അംശമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ ഈ ശരീരത്തിൻ്റെ 2 അവയവങ്ങളാണ് ഈ 2 കൈകൾ. ഈ കൈ എന്തെങ്കിലും ഇതിന് സംഭാവന കൊടുക്കേണ്ട ആവശ്യമുണ്ട്? എന്തെങ്കിലും എടുത്തിട്ട് ഇന്നാ പിടിച്ചോന്നും പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ല. മീനിങ്ലെസ് ആണ്. അപ്പം ഭക്തിയോഗം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിന് കൊടുക്കുന്ന എന്തുകൊണ്ടാണ്? രണ്ടും രണ്ടാണെന്ന് കണ്ടുകൊണ്ടാണ്.
എപ്പോഴാണ് കൊടുക്കുക? ഈ കൈ അടുത്താക്ക് കൊടുക്കും, അല്ല ഈ കൈ ഇപ്പുറത്തെ കൈ കൊടുക്കണോ? അപ്പം ഭക്തിയോഗം എന്ന് പറയുന്നത് രണ്ടും ഒന്നായിട്ട് ധരിക്കുകയാണ്. അപ്പം പിന്നെ അവിടെ പൂജയും വഴിപാടുകളും ഒന്നും ആവശ്യമില്ല. നമ്മളെ മനസ്സിനെ അങ്ങോട്ട് അർപ്പിച്ചു കൊടുത്തേക്കുക. നമ്മുടെ ഭക്തി ചിന്തകൾക്കെല്ലാം വലിയ പാകപ്പിഴകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും തലയിക്കേലുമില്ല എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് 30 യാതൊന്നിനാൽ എന്ന് പറഞ്ഞാൽ ആ ശക്തിയുടെ പ്രേരണയാലാണ് നമ്മുടെ ജീവൻ മോഹിതനായി പലതിലും മോഹത്തിൽ അകപ്പെട്ട്. നമ്മൾ മോഹത്തിൽ അകപ്പെട്ടു പോകുന്നതിന് കാരണവും ആ ശക്തി തന്നെയാണ്. നമ്മളെ മോഹത്തിൽ അകപ്പെടുത്തുന്നതും ആ ശക്തി തന്നെയാണ്. അപ്പോൾ ആ ശക്തിയുടെ പ്രവർത്തനം കൊണ്ട് ജീവൻ മോഹിതനായി അതിൻ്റെ വാസ്തവിക സ്വരൂപത്തെ മനസ്സിലാക്കാനാവാത്ത വിധമാകുന്നു. ആ ജീവനെ നമുക്ക് തന്നെ, ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ടെടുക്കാം, നമുക്ക് തന്നെ ആ ശക്തിയാണ് പിന്നിലുള്ളത്, ആ ശക്തിയാണ് ഞാൻ എന്ന വാസ്തവിക സ്വരൂപത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെയാകുന്നു. നമ്മളെ കൊണ്ട് മോഹത്തിൽ പെടുവിച്ചിട്ട് നമ്മളെ മോഹത്തിൽ ആക്കിയാണ്. ഓരോ മോഹങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറ്റുന്നില്ല? ആ ചെയ്യിപ്പിക്കുന്ന ശക്തി തന്നെയാണ് ഞാൻ എന്ന കാര്യം തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ആ മായ മായയാൽ നമ്മളെ മറച്ചുകൊണ്ട്, നമ്മളെ മായയിൽപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിൽ മോഹങ്ങൾ ഉണ്ടാക്കിപ്പിച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നിൽ അത് ഞാൻ ആ ശക്തി തന്നെയാണ്, അത് തന്നെയാണ് എന്നെക്കൊണ്ട് ഇത് ജയിപ്പിക്കുന്നത് എന്നുള്ള വാസ്തവികമായ രൂപം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ മായയെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല? അതിലംഘിക്കാനും പറ്റില്ല. നമ്മളെന്ന നിലയിൽ ജീവനതിനെ അതിലംഘിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള മായയിലൂടെ നമ്മളെ എല്ലാം അടക്കി വാഴുന്ന ആ ശക്തി മായയിലൂടെ നമ്മളെ അടക്കി വാഴുകയാണ്. അങ്ങനെ എവിടെ വാഴുന്നു? എല്ലാ ചരാചരങ്ങളിലും വാഴുന്ന, നമ്മളെ മാത്രമല്ല എല്ലാവരുടെയും ഉള്ളിലും, എൻ്റെ ശത്രുവിൻ്റെ ഉള്ളിലും കിടന്നിട്ട് കളിക്കുന്നത് അത് തന്നെയാണ്. എന്നെക്കൊണ്ട് അതിനെതിരായിട്ടോ അതിനെക്കൊണ്ട് എനിക്കെതിരായിട്ട് പ്രവർത്തിപ്പിക്കുന്ന എല്ലാ ശക്തി വിശേഷമാണ്. അവനെയും മായയിലകപ്പെട്ടിട്ട് ഓരോ മോഹങ്ങളുണ്ടാക്കും, എന്നിലും മായയിലകപ്പെട്ടിട്ട് ഓരോ മോഹം ഉണ്ടാക്കി. ഈ രണ്ട് മോഹങ്ങളും തമ്മിൽ എതിരായി വരുമ്പോഴാണ് നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അതിൻ്റെ പിന്നീട് രണ്ടിൽ കളിക്കുന്നതും ഈ ശക്തി തന്നെയാണ്. ആ പരമേശ്വരനെ എന്ത് ചെയ്യാണ്? അങ്ങനെയുള്ള ആ ശക്തി വിശേഷത്തെ നമസ്കരിക്കുന്നു. ആര്? ബ്രഹ്മാവ്. അങ്ങനെ 31 പറയുകയാണ്, ഈ ഉള്ള ഞങ്ങളും, അതായത് ഈ ബ്രഹ്മാവ്, മഹേശ്വരന്മാരെല്ലാം, ഋഷികളുമെല്ലാം, നമ്മളും ഋഷികളെപ്പോലെ ഉള്ളവരും, ബ്രഹ്മാവും രുദ്രനും എല്ലാം തന്നെ, ഋഷികളും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സത്വഗുണമായ ശരീരത്താൽ നിർമ്മിക്കപ്പെട്ടവരാണെങ്കിലും നമ്മളും ഋഷികളും ബ്രഹ്മാവും എല്ലാം അദ്ദേഹത്തിൻ്റെ സത്വഗുണമായ ശരീരത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് നമ്മളെങ്കിലും അകത്തും പുറത്തും ഉണ്ടെങ്കിലും, അകത്തും പുറത്തുമല്ല ഈ ശക്തി വിശേഷം ഉണ്ടെങ്കിലും, നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും അകത്തും പുറത്തും കൂടി വ്യാപിച്ച് കിടക്കുന്നവനാണെങ്കിലും കൂടി നമ്മൾക്കെന്ത് പറ്റുന്നില്ല? അങ്ങയുടെ ശരിയായ രൂപം മനസ്സിലാകുന്നില്ല. കാരണം അങ്ങാണ് നമ്മളായിട്ട് സത്വഗുണമായ നമ്മളിൽ, നമുക്ക് സത്വഗുണമാണ്. ആർക്ക്? ഋഷിക്കും ഈ ബ്രഹ്മാവിനുമല്ല. അത് എവിടെ നിന്ന് കിട്ടിയതാണ്? അദ്ദേഹത്തിൻ്റെ സത്വഗുണമായ ശരീരത്തിൽ തന്നെയാണ് നമ്മളായിട്ട് മാറിയിട്ട്. ഇത് നമ്മളെ ഉള്ളിലും പുറത്തും എല്ലാം ഉണ്ട്.
ഈ പ്രപഞ്ചത്തിലും എല്ലായിടത്തും അങ്ങ് തന്നെയാണ് ഉള്ളിലും പുറത്തായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് കൂടി അങ്ങയുടെ സത്വഗുണമായ ശരീരം തന്നെയാണ് നമുക്കുള്ളത്. എന്നിട്ട് കൂടി നമുക്കിത് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ സത്വഗുണമല്ലാതെ മറ്റ് രജോ തമോ ഗുണങ്ങളുള്ള അസുരന്മാരുടെ കാര്യം പറയേണ്ടതുണ്ട്. അവർക്കൊട്ടും മനസ്സിലാക്കാൻ പോകുന്നില്ല. നമ്മളെ രണ്ട് സത്വഗുണമാണ്, ശാന്തമായ ഗുണമുള്ള ശരീരമുള്ളവരാണ്. നമുക്ക് മനസ്സിലാകുന്നില്ല. ദേവന്മാർക്ക്, ബ്രഹ്മാവിന്, ഋഷികൾക്കൊന്നും അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. ആ സ്ഥിതിക്ക് അസുരന്മാർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? കാരണം അവർക്ക് സത്വഗുണമല്ല, രജോ തമോ ഗുണമാണ്. പെട്ടെന്ന് ചൂടാകുന്ന പിന്നോട്ടേക്ക് സുഖഭോഗത്തിൻ്റെ പിന്നാലെയെല്ലാം ചിന്തിക്കുന്നവരാണ് അവർ. അവർക്കെങ്ങനെയാണ് മനസ്സിലാവുക എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള നിന്ദുരുവടിക്ക് നമസ്കാരം. 32. യാതൊരുവൻ്റെ തൃക്കാലിനാൽ ഇണകളാൽ രണ്ട് കാലുകളാലാണ് എന്തുണ്ടായിരിക്കുന്നത്? ഈ ഭൂമിയും അതിലെ 4 വിധ ജീവരാശികളും ഉണ്ടായിരിക്കുന്നത്. ഈ പ്രപഞ്ചവും അതിലുള്ള 4 വിധ ജീവരാശികൾ, 4 വിധ ജീവരാശികൾ എന്ന് പറഞ്ഞാൽ ജരായുജം, അണ്ഡജം, ശ്വേതജം, ഉദ്ഭിജം. അതിനെപ്പറ്റി മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഭൂമി അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണരൂപം, വിരാട രൂപം എന്ന് പറയുമ്പോൾ ആ ഫുൾ രൂപം ഭൂമിയും അതിലുള്ള ജീവജാലങ്ങളുമായതല്ല. അതിൻ്റെ പാദത്തിൽ നിന്ന് മാത്രം, ഒരംശത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം, അതായത് അതിൻ്റെ മേലെയാണ് ഈ ശക്തി നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും അതിൽ നിന്നുണ്ടായതാണ്. ആ പുരുഷോത്തമൻ നമ്മളെ പ്രസാദിക്കണേ എന്ന് പറയുകയാണ്. അപ്പോൾ വിരാട രൂപത്തിൽ ആ കാലിൽ നിന്നാണ്, പാദത്തിൽ നിന്നാണ് ഇത് രൂപം പ്രാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം മേലെ നിൽക്കുന്ന ഒരു ശക്തിയായിട്ട് അതിനെ ചിന്തിക്കണം. അതിൻ്റെ ഒരു അംശമാണിത്. ഇനി 33. ഇനി 33 വിരാട പുരുഷൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ചിത്രീകരിക്കുകയാണ്. അതിലെ ജലം അവൻ്റെ രേതസ്സാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ജലമെല്ലാം അതിൻ്റെ ആ വിരാട പുരുഷൻ്റെ രേതസ്സാണ് എന്ന് പറയുകയാണ്. അതിൽ നിന്നാണ് 3 ലോകങ്ങളും മാത്രമല്ല അതിലെ എല്ലാ പാലകരും, ലോകങ്ങളും അതിലെ പരിപാലിക്കുന്ന എല്ലാവരും വളർന്ന് ജീവിക്കുന്നത്. ആ പ്രഭുസ്വരൂപൻ പ്രസാദിക്കണേ എന്ന് പറയുകയാണ്. അതിൻ്റെ വിരാട പുരുഷൻ്റെ ഓരോ അവയവങ്ങളിൽ നിന്ന് എന്തെല്ലാം ഉണ്ടായത് എന്ന നിലയിൽ ഇവിടെ ചിത്രീകരിക്കുകയാണ്. ഇനി 34 ദേവന്മാരുടെ അന്നം, ശക്തി, ആയുസ്, വൃക്ഷങ്ങളുടെ രാജാവ്, ജനങ്ങളുടെ സംവർദ്ധകൻ ആയിരിക്കുന്ന ചന്ദ്രൻ. ഇപ്പം ചന്ദ്രനെ കൊണ്ടാണ് അന്നത്തെപ്പറ്റിയും ശക്തിയെപ്പറ്റിയും ആയുസ്സിനെ പറ്റിയും വൃക്ഷങ്ങളെപ്പറ്റിയെല്ലാം ജ്യോതിഷത്തിലും ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ദേവന്മാരുടെ ആയുസ്, ശക്തി, വൃക്ഷങ്ങൾ എല്ലാം അതെല്ലാം ഏനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്? ചന്ദ്രനെ കൊണ്ടാണ്. ആ ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മനസ്സാണ് എന്ന് പറയുകയാണ്. ആ വിരാട പുരുഷൻ്റെ മനസ്സാണ് ചന്ദ്രൻ. ആ ചന്ദ്രനാണ് നമ്മുടെ ഈ പറയുന്ന ശക്തിയും അന്നവും ആയുസ്സും വൃക്ഷങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നത്. ചന്ദ്രനിലൂടെയാണ്. ആ വിരാട സ്വരൂപൻ നമ്മെ പ്രസാദിപ്പിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെയാണ് ചന്ദ്രനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ചന്ദ്രനിലൂടെയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ചന്ദ്രന് മനസ്സുമായിട്ട് ജ്യോതിഷത്തിൽ ബന്ധമുണ്ട്. ഇനി 35 കർമ്മകാണ്ഡത്തിലൂടെ ഉത്ഭവിച്ചതും കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ളത് ഏതാണ്? അഗ്നിയാണ്. കർമ്മകാണ്ഡത്തിലൂടെ ഉത്ഭവിച്ചതും എല്ലാ കർമ്മങ്ങളും അഗ്നി ഉണ്ടെങ്കിലേ കർമ്മങ്ങൾ നടക്കുള്ളൂ. ഉദരത്തിൽ നിന്ന് ഭക്ഷണങ്ങളെ ദഹിപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ദഹന പ്രക്രിയയ്ക്ക് പിന്നിൽ എന്താണുള്ളത്? അഗ്നിയാണുള്ളത്. ധനത്തിൻ്റെ ഉൽപ്പത്തിയും, ധനം എങ്ങനെയാണ് നേടുന്നത്? കർമ്മം ചെയ്യേണ്ടത്. കർമ്മം ചെയ്യേണ്ടിക്ക് എന്ത് വേണം? ഊർജം വേണം. അഗ്നി, ഊർജം വേണം. അതിൻ്റെ നാഥൻ. അപ്പോൾ ആരാണ് നാഥൻ?
അഗ്നി. അത് എന്താണ്? ആ വിരാട് പുരുഷൻ്റെ മുഖമാണ്. അപ്പോൾ അഗ്നിയെ വിരാട് പുരുഷൻ്റെ മുഖമായി ചിത്രീകരിച്ചിട്ട് വിരാട് പുരുഷനിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്. അഗ്നിയിലൂടെയാണ് നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം, ദഹന പ്രക്രിയയെല്ലാം നടക്കുന്നത്. ആ വിരാട് പുരുഷനെ നമ്മളെ പ്രസാദിപ്പിക്കട്ടെ. ഇനി 36 ദേവയാനം എന്ന മുക്തിമാർഗത്തെ അധിഷ്ഠിതമായും നമ്മുടെ മുക്തി ആരിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? അടുത്ത് പറയും. വേദസ്വരൂപമായും, വേദങ്ങളുടെ സ്വരൂപമായിട്ട് ഏതിനാണ് കാണുന്നത്? അടുത്ത് പറയും. ബ്രഹ്മത്തിലേക്ക് മുക്തിമാർഗമായും ഏതിലാണ്? അതും അടുത്ത് പറയുന്നു. അനശ്വരമായതും കാലാത്മകമായതിനാൽ കാലവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? നാശത്തിലേക്ക് കാലത്തിനനുസരിച്ച് നമ്മളെയെല്ലാം മരണത്തിലേക്ക് നയിക്കുന്നതും ഏതുവായതാരാണ്? സൂര്യനാണ്. അപ്പം നമ്മളെ മുക്തി കാലത്തിനനുസരിച്ച്, കാലം ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? സൂര്യനുമായിട്ടാണ്. സൗരയൂഥ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട്, സൂര്യനുമായിട്ട്, സൂര്യൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ മുക്തിയും മോക്ഷവും നമ്മുടെ മരണവും ജീവിതം എല്ലാം കാലമായിട്ടാണ് എല്ലാം സൂര്യനുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. കാലവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, കാലം സൂര്യനുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത് അവൻ്റെ എന്തായിരിക്കും? നേത്രമായിരിക്കും. അങ്ങനെയുള്ള ആ വിരാട് പുരുഷൻ നമ്മെ പ്രസാദിപ്പിക്കണേ. ഇനി 37 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചരാചരങ്ങളുടെ മനഃശക്തി, നമ്മുടെ എല്ലാം മനഃശക്തി, എല്ലാറ്റിൻ്റെയും മനഃശക്തിയും ദേഹശക്തിയും ഇന്ദ്രിയ ശക്തിയും അതല്ല ഏതിൽ നിന്നാണ്? പ്രാണവായു. നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന നാഡികളിലൂടെയെല്ലാം സഞ്ചരിക്കുന്ന വായുവാണ് നമ്മുടെ മനഃശക്തിക്കും ദേഹശക്തിക്കും ഇന്ദ്രിയ ശക്തിക്കും എല്ലാം കാരണം. അത് എവിടെ നിന്ന് വന്നതാണ്? അതിൻ്റെ പ്രാണനിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ആ വിരാട് പുരുഷൻ്റെ പ്രാണനിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അതുകൊണ്ട് ആ വിരാട് രൂപം നമ്മോട് പ്രസാദിക്കണേ എന്ന് ആരാ പറയുന്നത്? ബ്രഹ്മാവാണ് പറയുന്നത്. 38 അവൻ്റെ ശ്രോത്രത്തിൽ നിന്ന് ദിക്കുകളും, അതിൽ നിന്നാണ് ഈ ദിക്കുകളെല്ലാം ഉണ്ടായത്. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലെ സുഷിരങ്ങളും, നാഭിയിൽ നിന്ന് 5 തരം വൃത്തികളും പ്രാണങ്ങളും, 5 തരം പ്രാണങ്ങളുണ്ട്. ദേഹേന്ദ്രിയം, മനസ്സ്, ശരീരം എന്നിവയ്ക്കാസ്പദമായ ആകാശവും ഉണ്ടായി. നമ്മുടെ ആകാശമാണ് ദേഹേന്ദ്രിയങ്ങൾ, മനസ്സ്, ശരീരത്തിൽ എന്നിവയ്ക്കെല്ലാം ഹേതുവായ ആകാശവും അവരിൽ നിന്ന് ഉണ്ടായി. ആ പരമ ഐശ്വര്യശാലിയായ ഭഗവാൻ നമ്മോട് പ്രസാദിക്കട്ടെ. ഇനി 39 അവൻ്റെ ബലത്തിൽ നിന്നും ദേവേന്ദ്രനുണ്ടായി, പ്രസന്നതയിൽ നിന്നും ദേവന്മാരുണ്ടായി, കോപത്തിൽ നിന്നും രുദ്രനുണ്ടായി, ബുദ്ധിയിൽ നിന്നും ബ്രഹ്മാവുണ്ടായി, ശരീര സുഷിരങ്ങളിൽ നിന്നും വേദങ്ങളും ഋഷിമാരുമുണ്ടായി, ലിംഗത്തിൽ നിന്നും പ്രജാപതിയും ഉണ്ടായി. കാരണം പ്രജാപതിയിലൂടെയാണല്ലോ സൃഷ്ടിയെല്ലാം വന്നിരിക്കുന്നത്. ആ പരമേശ്വരൻ നമ്മെ കനിയട്ടെ, നമ്മോട് കനിയട്ടെ. ഇനി 40 മാറിടത്തിൽ നിന്ന്, വിരാട് പുരുഷൻ്റെ മാറിടത്തിൽ നിന്ന് മഹാലക്ഷ്മിയും, നിഴലിൽ നിന്ന് പിതൃദേവതകളും, സ്തനത്തിൽ നിന്ന് ധർമ്മവും, പൃഷ്ഠഭാഗത്ത് നിന്ന് അധർമ്മവും, ശിരസിൽ നിന്ന് അന്തരീക്ഷവും, ക്രീഡയിൽ നിന്ന് അപ്സരസ്സുകളും എല്ലാം ഉണ്ടായി. ആ വിരാട പുരുഷൻ നമ്മിൽ പ്രസാദിക്കണേ. 41 പറയുകയാണ്, അവൻ്റെ മുഖം ബ്രാഹ്മണനും വേദമന്ത്രവും, ബാഹുക്കൾ ക്ഷത്രിയനും ദേവശക്തിയും, തുടകൾ വൈശ്യനും കർമ്മ നിപുണതയും, പാദത്തിൽ നിന്ന് വേദബാഹ്യമായ ശുശ്രൂഷാദി ധർമ്മങ്ങളും ശൂദ്രനായും,
അങ്ങനെയുള്ള എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞ ആ വിരാട രൂപം നമ്മളിൽ പ്രസാദിക്കട്ടെ. ഇനി 42 കീഴ്ചുണ്ടിൽ നിന്ന് ലോഭം, മേൽചുണ്ടിൽ നിന്ന് പ്രീതി, നാസികയിൽ നിന്ന് കാന്തി, സ്പർശേന്ദ്രിയത്തിൽ നിന്ന് മൃഗീയ കാമം, പുരികത്തിൽ നിന്നും യമൻ, ഇമകളിൽ നിന്ന് കാലം, ഇതെല്ലാം ഉണ്ടായി. അങ്ങനെയുള്ള ആ വിരാട രൂപം നമ്മളോട് പ്രസാദിക്കട്ടെ. ഇനി 43 ഭൂതപഞ്ചകം, കാലശക്തി, ജീവാദൃഷ്ടം, സത്വാദിഗുണം, ഭൗതിക പ്രപഞ്ചം, ഇങ്ങനെയുള്ള എല്ലാറ്റിനെയും വിദ്വാൻമാർ ശാസ്ത്രീയമായിട്ട്, അതായത് ഋഷികൾ ഇതിനെയെല്ലാം തന്നെ ശാസ്ത്രീയമായിട്ട് വിചിന്തനം ചെയ്തിട്ട് സത്യമല്ലെന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഋഷികളെല്ലാം അവസാനം വേദങ്ങളെല്ലാം എഴുതി എല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം എന്താണ് പറയുന്നത്? ഇതൊന്നും സത്യമല്ല, ഇതെല്ലാം എന്താണ്, അതെല്ലാം അദ്ദേഹത്തിൻ്റെ യോഗവൈഭവത്താൽ സംഭവിക്കുന്നതാണ് എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു ശക്തിവിശേഷത്തെയാണ്, വിരാട രൂപത്തെയാണ് നമ്മൾ ഈ ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നത്? നമ്മളോട് കണിയണേ എന്ന് അപേക്ഷിക്കുന്നത്. ഇനി 44 ശമിച്ച മായാശക്തിയും. മായാലാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൽ അതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. ആത്മാനന്ദ സ്വരൂപവും, അത് ആ ആത്മാവ് ശാന്തമാണ്, ആത്മാനന്ദ സ്വരൂപമാണ്, പരിപൂർണനാണ്, മായകളിൽ നിന്നെല്ലാം അധീനനാണ്, അതിലുള്ള ആസക്തിയിലൊന്നും വീഴാത്തവരാണ്. മായയാവുന്ന ഏതിലും ആസക്തനാകാതെ വർത്തിക്കുന്ന, വായു പോലെ സർവ്വയിടവും വ്യാപിച്ചിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപന് നമസ്കാരം. ആര് പറയുന്നു? ബ്രഹ്മാവ് സ്തുതിക്കുന്നു. ഇനി 45 ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം ബ്രഹ്മാവ് 45 പറയുകയാണ്, അങ്ങനെയെല്ലാമുള്ള, അതായത് ആരെ മുമ്പിലും ആർക്കും അതിനെ വർണ്ണിക്കാനും പറ്റില്ല, കാണാനും പറ്റുമൊന്നുമില്ല, അങ്ങനെയെല്ലാമുള്ള നിൻതിരുവടിയുടെ മന്ദസ്മിതത്തോടുകൂടിയ കമലത്തെ ദർശിക്കാൻ, ചിരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തെ രൂപത്തെ ദർശിക്കാൻ ആശിച്ച് ശരണം പ്രാപിച്ചവരായ ഞങ്ങൾക്ക്, അപ്പം ഞങ്ങളെല്ലാം അങ്ങിങ്ങനെയല്ലാണ്, അങ്ങേക്ക് രൂപവും ഭാവമൊന്നുമില്ല, ഒന്നുമില്ല, അങ്ങേക്ക് ആദിയുമില്ല, അന്തവുമില്ല, ജന്മവുമില്ല, മരണവുമില്ല, ഒന്നുമില്ലെങ്കിലും ആ മന്ദഹാസത്തോടുകൂടിയ മുഖകമലത്തോടുകൂടി ദർശിക്കുവാൻ ആശിച്ചിട്ടാണ് അങ്ങയെ ശരണം പ്രാപിച്ചിട്ട് നമ്മളിവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് സ്വസ്വരൂപത്തെ ഞങ്ങളുടെ നേത്രേന്ദ്രിയങ്ങൾക്ക് ലക്ഷ്മി ഭവിക്കുമാറ് കാട്ടിത്തരണേ. അപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെയുള്ള സൂചിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നത് എന്താണ്? ഇങ്ങനെയല്ലാണ്, ഒന്നും ആർക്കും കാണാനൊന്നും പറ്റില്ല, ദർശിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല, എല്ലാം പറയുന്നുണ്ടെങ്കിലും അവസാനം പറയുകയാണ്, ആ ചിരിക്കുന്ന മുഖത്തോടുകൂടി നമുക്കൊന്ന് ആ മുഖം കാട്ടിത്തരണമെന്ന്. അത് കഥയിൽ വരുമ്പോൾ കഥാപാത്രമായിട്ട് അതെല്ലാം അവതരിപ്പിക്കും. പക്ഷേ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, അതൊന്നും കാണാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് ചോദിക്കുന്നുണ്ടോ? ബ്രഹ്മാവ് എന്ന് പറഞ്ഞൊരു ആളിവിടെ ഉണ്ടോ? ബ്രഹ്മാവ് ഒരു ശക്തിയൊന്നുമില്ല, സൃഷ്ടിക്ക് പിന്നിലുള്ള ഒരു പ്രേരക ശക്തി മാത്രമാണ്, അല്ലാതെ ബ്രഹ്മാവ് എന്നൊരു വ്യക്തിയില്ല. അപ്പം കഥയിൽ വ്യക്തിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുഖവും ചിരിച്ചുകൊണ്ടുള്ള മുഖവുമായിട്ട് വിഷ്ണുവിന് വരികയും ചെയ്യാം, കഥയിൽ ചോദ്യമില്ല. അപ്പം കഥയിലെ കഥാപാത്രമാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് ഒരു കഥാപാത്രം മാത്രമാണ്, അതൊരു പ്രേരക ശക്തിയാണ്. അപ്പോൾ കഥാപാത്രം ചോദിക്കുമ്പോൾ കഥാപാത്രത്തിൻ്റെ മുമ്പിൽ വരാം, കഥയിൽ കഥാപാത്രം ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ തരത്തിലുള്ള മുഖമൊന്ന് കാട്ടിച്ച് താ എന്ന് പറഞ്ഞതായിട്ട് കണ്ടാൽ മതി.
ഇനി 46. 46 പറയാണ്, അതാത് കാലത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് ധരിക്കപ്പെട്ട രൂപത്തോടുകൂടി. അപ്പം അതാത് കാലത്ത് ആ ബ്രഹ്മം എന്താവുന്നുണ്ട്, അതിനിച്ഛിക്കുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. അതിനിച്ഛിക്കുന്ന രൂപത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ പ്രമോദമായിട്ട് വന്നിട്ടുണ്ട്, കല്ലായിട്ട് വന്നിട്ടുണ്ട്, മരമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കഥാപാത്രം എന്ന നിലയിൽ അത് ഇതിലാണ്, പുരാണ കഥകളിലാണ്. അപ്പം അതിച്ഛിക്കുന്ന തരത്തിൽ എല്ലായിടത്തും വന്നിട്ടുണ്ട്, ഓരോ രൂപത്തിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിപ്രയാസമുള്ള ഈ പ്രവൃത്തിയും അങ്ങ് നിർവഹിച്ചു തരണം. നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചാണ്. അതായത് നമ്മൾ ചെയ്യേണ്ടതായ ചില കർമ്മങ്ങളുണ്ട്, അത് അങ്ങ് നിർവഹിച്ച് തരണം. ഇനി 47. ഇനി 47 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിഷയാസക്തിയിൽ സംപീഡിതരായ ശരീരികളുടെ ക്ലേശം കൂടുതലും ഫലം കുറവുമാണ്. വിഷയസുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്ന, അതായത് സ്വന്തം കാര്യത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്ന ശരീരികളുടെ, ആളുകളുടെ, ജീവജാലങ്ങളുടെ ക്ലേശം കൂടുതലും, അതിനുള്ള ക്ലേശം കൂടുതലും ഫലം കുറവുമാണ്. ചിലപ്പോൾ ഫലശൂന്യവുമാണ്, ഒരു ഫലം കിട്ടിയില്ല എന്ന് പറയും. സ്വന്തം കാര്യത്തിന് വേണ്ടി ചെയ്യുന്നവരുടെ എല്ലാം ഫലം ഇതാണ്. ഞാൻ എൻ്റേത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ക്ലേശമാണ് കൂടുതൽ, ഫലം തുച്ഛമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു വർഷം കുത്തിയിരുന്ന് പഠിച്ചാൽ ഒരു ദിവസം ജയം കിട്ടും പരീക്ഷയിൽ. ഒരു വർഷം കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം തോൽവിയായിരിക്കും, എന്നാലും ജയം കിട്ടിയെന്ന് വെച്ചോളൂ. അത് എത്ര നേരത്തേക്കാണ്? കുറച്ച് നേരത്തേക്ക്. അന്ന് ആഘോഷിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പണ്ട് കാലത്ത് ഓരോ പരീക്ഷയിലും പാടുപെട്ട് പഠിച്ചതും അതിൻ്റെ ജയത്തെയും പറ്റി ചിന്തിക്കും. 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ് അന്ന് ചിന്തിക്കുന്ന അയാളങ്ങ് പോയി. അപ്പോൾ അതെത്ര നേരത്തേക്കാണ്? ഒരു നിമിഷ നേരത്തേക്ക്. നേരെ മറിച്ച് നിൻ തിരുവടിയിൽ സമർപ്പിതമായത് അങ്ങനെയല്ല. അതായത് ഞാൻ ചെയ്യുന്നതെല്ലാം അങ്ങേക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാം അങ്ങേക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഫലത്തെപ്പറ്റി ഞാൻ ചിന്തിക്കില്ല, എനിക്ക് മനസ്സമാധാനക്കുറവും ഇല്ല. ഇനി 48. അഖിലേശ്വരനായി സമർപ്പിക്കപ്പെട്ടത് താണതരം കാമാഭാസമാണെങ്കിലും കൂടി നിഷ്ഫലമല്ല. ചിലവരോട് ഭക്തി കൊണ്ടിട്ട് ചില കാമം മാതിരി ചിലപ്പോൾ ദൈവത്തിൻ്റെ പിന്നാലെ പോകും. ചില യൂട്യൂബെല്ലാം കണ്ടാൽ മതി, കൃഷ്ണൻ്റെ പ്രതിമയും എടുത്തിട്ട് ആ പ്രായത്തിലുള്ള പെമ്പുള്ളത് ഒരുമാതിരി പാട്ട് പാടുന്നു. അത്തരത്തിലുള്ള കാമാഭാസമായിട്ട് അതെല്ലാം വേറെ നിലയിലാണ്. അല്ലെങ്കിൽ പിന്നെ കളവിവാറ വെച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടിപ്പിച്ച പോലെ അതല്ലല്ലോ. ആ കൃഷ്ണൻ്റെ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ പാടുന്ന ചില യൂട്യൂബ് കണ്ടിട്ടില്ലേ, അത് കാമാഭാസമാണ്. അല്ലാതെ പ്രേമം എന്നൊരു വികാരത്തിലാണെങ്കിൽ വല്ല കളവികളെയും വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ചെയ്താൽ പോലെ അല്ല. അപ്പോൾ അവതരിപ്പിക്കുന്നവർക്ക് അവർ അപ്പോൾ അത്തരത്തിലായാൽ പോലും അത് നിഷ്ഫലമല്ല. കാരണം ആ അഖിലേശ്വരൻ കർമ്മം ചെയ്യുന്നവൻ്റെ ആത്മാവും പ്രിയങ്കരനും ഹിതവിഷിയുമാണ്. അതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അവൻ തന്നെയാണ്. അത് ചെയ്യിക്കുന്നവൻ്റെ ആത്മാവും ആ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ ആ രണ്ടും ആത്മാവും അതിലൂടെ ഒന്നാവുകയാണ്. അതുകൊണ്ട് അതും മതി. എന്ത് ആഭാസത്തരത്തിലായാലും വേണ്ടിയില്ല, ആഭാസകരമായ കാമാഭാസത്തിലൂടെ ചെയ്യുന്നതായാലും വേണ്ടിയില്ല. ആ ഈശ്വരനെ നേരത്തെ പണ്ട് പറഞ്ഞില്ലേ, എതിർക്കാൻ വേണ്ടിയിട്ട് ആ ശക്തിയെപ്പറ്റി ചിന്തിച്ചാലും വേണ്ടിയില്ല, ആ ബന്ധം ഉണ്ടാവില്ല, അത് മതി. പിന്നെ 49 പറയുന്നു, ഏത് പ്രകാരം മരത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്ന ജലം അതിൻ്റെ കരം, കൊമ്പ് എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവോ അതുപോലെ തന്നെ അദ്ദേഹത്തിൽ അർപ്പിക്കുന്ന എല്ലാ പ്രാണികളിലും അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്നതെല്ലാം അദ്ദേഹത്തിലേക്ക് തന്നെ കയറി ചെല്ലും. ഇനി 50 ബ്രഹ്മാവ് 40 പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ദുരൂഹമായ സ്വഭാവ ചേഷ്ടിതങ്ങളോടുകൂടിയവനും ആ ശക്തിവിശേഷത്തിന് ഒന്നിനും താല്പര്യമില്ലെങ്കിൽ അതേസമയം തന്നെ അതിനെന്ത് താല്പര്യമുണ്ട്? അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്ന ഒരു ലോകം ഉണ്ടാക്കണമെന്ന്.
അപ്പം ദുരൂഹമായ ഒരു ചേഷ്ടകൾ തന്നെയാണത്. ഒന്നിനും താല്പര്യമില്ല. അതേസമയം അതിൻ്റെ കർശന ഇതിലാണ് ഈ സൃഷ്ടിയെല്ലാം നടക്കുന്നത്. അതേസമയം ദേശകാലാദികളുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഗുണരഹിതനായും അതേസമയം ഗുണങ്ങളെ നിയന്ത്രിക്കുന്നവനും, ഗുണരഹിതനാണ്, അതിനൊരു ഗുണവുമില്ല, പക്ഷേ ഈ ലോകത്തിലുള്ള എല്ലാ ഗുണങ്ങളെയും നിയന്ത്രിക്കുന്ന അത് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം സത്വഗുണത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. സത്വഗുണം എന്ന് പറഞ്ഞാൽ സ്ഥായിയായ ഒരവസ്ഥ. ഈ സത്വഗുണത്തിൽ അദ്ദേഹത്തിന് എന്ത് താല്പര്യമുണ്ട്? സത്വഗുണത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കണമെന്നുള്ള താല്പര്യമാണ്. ഈ സത്വഗുണത്തിൻ്റെ അടിസ്ഥാനമായ ലോകമാണ് ഉണ്ടാകുന്നത്. അതിൽ രജോ ഗുണം തമോ ഗുണം എല്ലാം ഉണ്ടാകുമെങ്കിലും അത് അവസാനം ഒരു സ്റ്റഡിയായ അവസ്ഥയിലേക്കാണ് എത്തുക. അപ്പോൾ ആ സ്ഥിതിയിലാണ് ഇപ്പോഴായിരിക്കുന്നത് ഈ ശക്തി ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആ ശക്തിക്ക് എന്തില്ല? ഒരു ഗുണവുമില്ല, രജോ ഗുണവുമില്ല, തമോ ഗുണവുമില്ല, സത്വ ഗുണവുമില്ല. പക്ഷെ ഇപ്പം പ്രപഞ്ചത്തിൻ്റെ സ്വരൂപമായ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പ്രപഞ്ചത്തിൻ്റെ സ്വരൂപമായ സത്വഗുണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് നമസ്കാരം. ഇവിടെ ഈ പറഞ്ഞതിൽ നിന്ന് എന്താണ്? വിരാട് രൂപത്തെ പറ്റിയാണ് വർണ്ണിച്ചത്. ആ വിരാട് രൂപത്തിൽ എന്തുണ്ട്? ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം അതിലടങ്ങിയിരിക്കുന്നുണ്ട്. ഇപ്പം പ്രളയം നശിച്ചപ്പോഴും അവിടെ ഈ ഉണ്ടായ പ്രപഞ്ചത്തിൻ്റെ എല്ലാ രൂപത്തിലുണ്ട്. ഏതുപോലെ എന്നാൽ ഒരു മാവ് മാങ്ങയായി തീരും, അതിൻ്റെ അണ്ടിയായിട്ട് തീരുമ്പോൾ അണ്ടിയിലെന്തുണ്ട്? ആ മാവിൻ്റെ ഗുണവിശേഷങ്ങളെല്ലാം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ജനിതക ഘടനയിൽ. നമ്മൾ മരിച്ചാലും നമ്മളെ ജനിതക ഘടന ആദ്യം തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പിന്നെ എന്ത് ചെയ്യും? അതേപോലെയായിട്ട് അതുപോലെ വേറെ രൂപത്തിൽ രണ്ടും കൂടിയാകുമ്പോൾ രണ്ടും കൂടിയതാണല്ലോ. വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരു ചേനയുടെ ചെടി വികസിച്ച് വലുതാവുന്നു, പിന്നെ ചുരുങ്ങിയിട്ട് ചേനയിലേക്ക് പോകുന്നു. പക്ഷേ ആ ചേനയിൽ എന്തുണ്ട്? ആ നാളെ വളരേണ്ട ചേനയുടെ എല്ലാ ഗുണങ്ങളും സ്വഭാവങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അത് വെച്ചിട്ടാണ് അത് വളരുന്നത്. അതുപോലെ ആ പ്രപഞ്ചം ഇല്ലാതായതിൽ നിന്നാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ആ അവസ്ഥയിലാണ് ബ്രഹ്മാവ് സമീപിക്കുന്നത്. അപ്പം ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത എന്താണ്? ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ജനിതഘടനയെല്ലാം വിരാട രൂപമായിരിക്കുന്ന ആ വിശ്വത്തിൻ്റെ രൂപം ഏതിൻ്റെ അകത്തുണ്ട്? ഈ പറയുന്ന കേന്ദ്രത്തിലെ ശ്രീഹരിയിലുണ്ട്. അതിൽ നിന്നും അതേപോലെ പുറത്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ വിഷ്ണുവിലാണ് അതുള്ളത്. അതാണ് അതിൻ്റെ ബീജം. ആ വിഷ്ണുവിൽ അല്ലെങ്കിൽ ആ കേന്ദ്രത്തിൽ ആ ബീജമുണ്ട്. അതിൽ നാളെ ഉണ്ടാകുന്ന ലോകത്തിൻ്റെ എല്ലാം ജനിതക ഘടന പോലെ അത് അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നാളെ ഇതിനെ അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഘട്ടം ഘട്ടമായിട്ട് ഒരു ചേന വളർന്ന് ഘട്ടം ഘട്ടമായി അവസാനം ചിലപ്പോൾ പൂക്കുകയും ചെയ്യും, ആ രൂപത്തിലേക്ക് വരും. അതുമാത്രമേ അതിൻ്റെ അർത്ഥം ഉള്ളൂ.